ബാക്കി വരുന്ന ഉപ്മാവ് കൊണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പോളം ഉപ്മാവാട്ട ബാക്കിയായിട്ടുള്ളത്. നമ്മൾ ക്യാരറ്റും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന റവ ഉപ്മാവ് ഉണ്ടല്ലോ, റവ വെച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ഉപ്മാവാട്ടത്. ഇനി നമുക്കിതിലേക്ക് 2 നേന്ത്രപ്പഴം വേണം. നേന്ത്രപ്പഴം ഞാനത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു നേന്ത്രപ്പഴം 4ആയിട്ട് മുറിച്ചിട്ട് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വീതം കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് പഴം വഴറ്റിയെടുക്കാം. പഴതാ പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവിയതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 1-1.5 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് അതിന് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ശർക്കര ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് ആ പഴത്തിലും തേങ്ങയിലൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ. ഒരു 1-2 മിനിറ്റും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഉപ്മാവ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ഉപ്മാവ് നമുക്ക് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയാലും നമുക്കിത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് പാൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം കേട്ടോ. ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഉപ്മാവ്. നമ്മളെ കയ്യിലുള്ള ഉപ്മാവ് എത്രത്തോളം ഡ്രൈ ആണ്, അപ്പോൾ അതിനനുസരിച്ചാട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഉപ്മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കയ്യിൽ ജസ്റ്റ് എണ്ണ അല്ലെങ്കിൽ നെയ്യൊന്ന് ജസ്റ്റ് തടവി കൊടുക്കുക കേട്ടോ. ഈ മാവ് കയ്യിലൊട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഉപ്മാവിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉന്നക്കായൻ്റെ ഷേപ്പിലാട്ടോ ഇത് റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ബോൾസ് ആക്കിയിട്ടോ കട്ട്ലേറ്റ് ആക്കിയിട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. കാരണം ഉപ്മാവിൽ ചെറിയൊരു എരിവ് ഉണ്ടാവും. പിന്നെ ഉള്ളിൽ ഈ ഒരു മധുരമുള്ള ഫില്ലിങ്ങും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരാൾ വെച്ചിട്ട് നമുക്കൊരു 14 ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. കാരണം ഉപ്മാവും കുക്ക് ചെയ്തതാണ്, പിന്നെ അതുപോലെ തന്നെ ഉള്ളിലുള്ള ഫില്ലിങ്ങും കുക്ക് ചെയ്തതാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ഓരോ നമുക്കിതുപോലെ ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു റോള് മുട്ടയിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തെടുക്കാതെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപ്മാവ് ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ റോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കുക്കായി വരാനുള്ളത് ഈ ഒരു മുട്ടയും ബ്രെഡ് ക്രംസും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കുക്കായിട്ടുള്ളതാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സിൽ അങ്ങനെ എണ്ണ പിടിക്കൂല കേട്ടോ. പിന്നെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഉപ്മാവ് രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്കാണെങ്കിലും നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.